കോയമ്പത്തൂർക്ക് ഒരു ട്രിപ്പ് പോലാമാ? അതെ, ഞാൻ ഇന്നൊരു സോളോ ട്രിപ്പ് പോവാണ്. സോറി, ട്രിപ്പല്ല, സോളോ വർക്ക്. അങ്ങനെ എന്നോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് എന്നെ സോളോ ആക്കി പുള്ളിക്കാരൻ സ്ഥലം വിട്ടു. കാസർഗോഡ് നിന്ന് ടാറ്റ പറഞ്ഞ് ഞാനും കയറി വണ്ടിയിൽ. നല്ല സുന്ദരമായ കാഴ്ചകൾ എന്റെ കണ്ണുകളെ ഉണർത്തി. ഉച്ചയായപ്പോ ഞാൻ എന്റെ ഹോം മെയ്ഡ് ബിരിയാണി പൊതി തുറന്ന് കഴിക്കലായി. വീണ്ടും പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കലായി. പക്ഷേ സീറ്റിലിരുന്ന് കാണുന്നത് അത്ര നല്ല കാഴ്ചയല്ല. പിന്നെ ഇത്തിരി കണ്ണടച്ച് നേരം പോകട്ടെ എന്നായി. പക്ഷെ ഉറക്കം വരുന്നില്ല. പുറത്തെ കാഴ്ചകൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമെന്ന ഉദ്ദേശത്തിൽ ഡോർ സൈഡിലേക്ക് പോയി നിന്നു. പാലക്കാട് റൂട്ടിലേക്ക് ഞാൻ വണ്ടി കയറിയത് തന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ്. ഓരോ കാഴ്ചകളും എത്ര മനോഹരം! കുന്നും മലയും വെള്ളച്ചാട്ടവും ഒക്കെയായി ഒരു ട്രിപ്പ് തന്നെയായി സത്യം പറഞ്ഞ. ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ ട്രെയിനിന്റെ കമ്പും പിടിച്ചുകൊണ്ട് സുന്ദരമായ കാഴ്ചയിൽ ഞാൻ അലി. ഈ ഫോട്ടോയിൽ കാണുന്ന കാഴ്ചയൊന്നുമല്ല പ്രകൃതി നമുക്ക് നൽകുന്നത്, അത് രുചിച്ചറിയണം. ഇതൊക്കെ തൊട്ടും തലോടിയും ഞാൻ അങ്ങനെ സമയം ചെലവഴിച്ച് കോയമ്പത്തൂർ എത്തിയതും പെട്ടിയും ബാഗും എടുത്ത് സ്റ്റേഷനിലെ വൃത്തിയും സെറ്റപ്പും ഒക്കെ നോക്കി കണ്ട് നേരെ ഓട്ടോ പിടിച്ച് റൂമിലേക്ക് വിട്ടു. ക്രിസ്റ്റൽ ലേക്ക് എന്ന ലോഡ്ജിലാണ് ചെക്കൻ്റെ ആൾക്കാർക്കുള്ള സ്റ്റേ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ റൂമിലെത്തിയപ്പോൾ ഒരാശ്വാസം. 7 മണിക്കൂർ നീണ്ട യാത്ര കഴിഞ്ഞപ്പോൾ റൂമിലെത്തിയതും ഒരു സമാധാനം. നല്ല വിശാലമായ മുറികൾ, നല്ലൊരു ലോഡ്ജായിരുന്നു. ഞാൻ 5 സ്റ്റാർ തന്നെ കൊടുക്കും. വൃത്തിയും വെടിപ്പും ഒക്കെയുള്ള നല്ല സുന്ദരമായ റൂം. ഈ ഒരു ഡോർ തുറക്കുമ്പോൾ മാത്രം പുഴയിൽ നിന്നും ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഡോർ ഞാൻ അങ്ങോട്ട് അടച്ചു വെച്ചു. ബാത്റൂമിന്റെ ടൈൽസിൽ പോലും സീനറി. പിന്നെ ഒരു ചായം കുടിച്ചൊന്ന് എനർജറ്റിക് ആയി. പെണ്ണിന്റെ സൈഡിൽ മെഹന്തി ഫംഗ്ഷന് പോയി കുറച്ച് ഫോട്ടോസും എടുത്ത് ഫുഡും കഴിച്ച് മടങ്ങി. ഇലയിൽ വിളമ്പുന്ന ഫുഡ് ഇങ്ങനെ കഴിക്കുന്നത് ആദ്യമാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി കിടന്നപ്പോൾ സമാധാനം.